അപ്പത്തിനുള്ള മാവ് കുഴച്ചുകൊണ്ടിരിക്കുക. എന്ത് നിനക്ക് കാലുണ്ടോ കുഴക്കുക? അപ്പോൾ ഞങ്ങളുടെ വിഷു ഇവിടുന്ന് കേട്ടോ തുടങ്ങുന്നത്. വൈകുന്നേരം ആയാണെങ്കിൽ അപ്പൊക്കെ ചുട്ട് വിളക്കൊക്കെ കത്തിച്ച് പുറങ്ങണിയൊക്കെ കൊടുത്ത്. ഇങ്ങനെയല്ല ഓരോരുത്തരും നെയ്യപ്പുണ്ടാകുക. പിന്നെ എങ്ങനെയുണ്ടാവുക? നല്ല ഷേപ്പായിട്ട് അതൊന്നും നോക്കണ്ട. ചെറിയ വിഷുവിന് അത്രയൊക്കെ പരിപാടികൾ ഉള്ളെങ്കിൽ കൂടി അടുത്ത ദിവസമാണ് കേട്ടോ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. നമ്മുടെ വലിയ വിഷുവിൻ്റെ അന്ന് അതിരാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് കണിയൊക്കെ കണ്ട് നമ്മുടെ വീട്ടിലുണ്ടായ പുതുവിളകളൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു അടിപൊളി കണി. അതിനുശേഷം പിന്നെ നമ്മുടെ പരിപാടി. വലിയ വിഷുവിൻ്റെ അന്ന് അതിരാവിലെ 4 മണിക്കായിരുന്നു കേട്ടോ കണി. ആ കണി കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കസിൻസ് എല്ലാവരും ഒരുമിച്ചിരുന്നാണ് പുലരുന്നവരെ ഈ പടകങ്ങളൊക്കെ പൊട്ടിച്ച് തീർക്കുക. അപ്പോൾ രാവിലത്തെ ആ കലാപരിപാടികൾ കഴിഞ്ഞ് പിന്നെ നമ്മുടെ അടുത്ത പരിപാടി ടെമ്പിൾ വിസിറ്റാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു അമ്പലത്തിൽ നിന്ന് കൈനീട്ടൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ പോയത് ഞങ്ങളെ കോഴിക്കോട്ടുകാരുടെ പഴനിയിലേക്കാണ്, മേലെ പഴനിയിലേക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു ചായ കുടിക്കാൻ പോയി. ഈ കോംബോ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചെയ്യാത്തവരെന്തായാലും ട്രൈ ചെയ്യണം. മുരിഞ്ഞ പൊരിച്ച പത്തിരിയും ബീഫും. പിന്നെ ഉച്ചയ്ക്ക് വീട്ടിലെത്തിയിട്ടുള്ള പരിപാടിയാണ് നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് പൊട്ടിക്കാനുള്ള പടകം സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബിലുണ്ട്, എല്ലാവരും പോയി കാണുക.